നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ന്യൂസിന്റെ ഗൾഫ് വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. നാട്ടിൽ നിന്നും വിസിറ്റ് വിസയിലെത്തി ഒമാനിൽ കുടുങ്ങിയ 2 യുവാക്കൾ വീടണയുന്നു. മസ്കത്ത് KMCC അൽദൂഖ് ഏരിയ കമ്മിറ്റിയുടെ ഇടപെടലാണ് അവർക്ക് തുണയായത്. ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയിലെ ഒമാൻ പവലിയൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി സന്ദർശിച്ചു. മസ്കത്തിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം യുവജനോത്സവം എത്തി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗത്തിന്റെ ഈ വർഷത്തെ യുവജനോത്സവ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ഒമാനിലെ പിൻവലിക്കുന്ന നോട്ടുകൾ മാറ്റിയെടുക്കാൻ ഓർമ്മപ്പെടുത്തലുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. രാജ്യത്ത് ഉപയോഗത്തിലുള്ള ചില നോട്ടുകൾ പിൻവലിക്കുകയാണെന്ന് CBO ജനുവരി 7-നാണ് സർക്കുലർ വഴി അറിയിച്ചത്. വീണ്ടും വൈകി പറന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്. മസ്കത്തിൽ നിന്നും വ്യാഴാഴ്ച രാവിലെ 7:35-ന് കണ്ണൂരിലേക്ക് പോകേണ്ട IX-711 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 6 മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നാട്ടിൽ നിന്നും വിസിറ്റ് വിസയിലെത്തി ഒമാനിൽ കുടുങ്ങിയ 2 യുവാക്കൾ വീടണയുന്നു. മസ്കത്ത് KMCC അൽദൂഖ് ഏരിയ കമ്മിറ്റിയുടെ ഇടപെടലാണ് അവർക്ക് തുണയായത്. വിസിറ്റ് വിസയിലെത്തി ഒമാനിൽ കുടുങ്ങിയ 2 യുവാക്കൾ മസ്കത്ത് KMCC അൽദൂഖ് ഏരിയ കമ്മിറ്റിയുടെ ഇടപെടലിലൂടെ നാടണഞ്ഞു. 16 മാസമായി ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന കോട്ടയം സ്വദേശി ജിതിൻ, മലപ്പുറം സ്വദേശി ആബിദ് എന്നിവരാണ് നാടണഞ്ഞത്. മസ്കത്ത് KMCC സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ഇബ്രാഹിം ഒറ്റപ്പാലത്തിന്റെ ഇടപെടലിലൂടെയാണ് നാട്ടിൽ പോകാനുള്ള അവസരമൊരുങ്ങിയത്. പിഴയടയ്ക്കാനുള്ള പണവും കൂടാതെ നാട്ടിൽ പോകാനുള്ള ടിക്കറ്റും ഈ പറഞ്ഞ ഏജന്റിൽ നിന്നും വാങ്ങി നൽകിയാണ് ഇവരെ നാട്ടിലേക്ക് പറഞ്ഞയച്ചത്. അൽദൂഖ് KMCC പ്രസിഡന്റ് ഫൈസൽ മുണ്ടൂർ, ജനറൽ സെക്രട്ടറി TP മുനീർ, ട്രഷറർ ഷാജഹാൻ തായാട്ട്, ഇജാസ് തളിപ്പറമ്പ്, അൻസാർ കുറ്റിയാടി എന്നിവരാണ് ഏജന്റുമായി സംസാരിച്ച് യുവാക്കളെ നാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയിലെ ഒമാൻ പവലിയൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി സന്ദർശിച്ചു. ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 33ാമത് പതിപ്പിൽ ഒമാൻ അതിഥി രാജ്യമായി പങ്കെടുക്കുന്നു. പവലിയനിലെ സുൽത്താനേറ്റിന്റെ സാംസ്കാരികവും ഭൗതികവും ചരിത്രപരവുമായ പൈതൃകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അമീറിന് ഒമാൻ അധികൃതർ വിശദീകരിച്ചു. പുസ്തകമേള 18 വരെ നീളും. 42 രാജ്യങ്ങളിൽ നിന്ന് 515 പ്രസാധകരാണ് പങ്കെടുക്കുന്നത്. വിജ്ഞാനത്തിലൂടെ നാഗരികതകൾ കെട്ടിപ്പടുക്കുന്നു എന്നതാണ് പുസ്തകമേളയുടെ പ്രമേയം. 160 ചതുരശ്ര മീറ്ററിലാണ് പവലിയനിന്റെ രൂപകൽപ്പന. അൽ ആലം പാലസിന്റെ വാസ്തുവിദ്യാ ശൈലിയിലും കലാപരമായ അലങ്കാരങ്ങളിലും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ രൂപകൽപ്പനയിലെ കടൽ ഒമാന്റെ സമുദ്ര ചരിത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയിലെ ഒമാന്റെ പങ്കാളിത്തം ഒമാനിലെയും ഖത്തറിലെയും ജനങ്ങൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധത്തിന്റെ ആഴം ഉൾക്കൊള്ളുന്നതാണെന്ന് സാംസ്കാരിക കായിക യുവജന മന്ത്രാലയത്തിലെ വിജ്ഞാന സാംസ്കാരിക വികസന അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ അഹമ്മദ് ബിൻ സൗദ് അൽ റഫാഹി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ഖത്തർ. മസ്കത്തിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം യുവജനോത്സവം എത്തി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗത്തിന്റെ ഈ വർഷത്തെ യുവജനോത്സവ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ദാർസയിലുള്ള ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളുകളിൽ മെയ് 17, 18, 24, 25 തീയതികളിലായാണ് മത്സരങ്ങൾ നടക്കുക. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, കുച്ചിപ്പുടി, ഒപ്പന, തിരുവാതിരക്കളി, നാടോടി നൃത്തം, സംഘനൃത്തം, സിനിമാ ഗാനാലാപനം, കവിതാലാപനം, നാടൻപാട്ട്, മാപ്പിളപ്പാട്ട്, സംഘഗാനം, കഥാപ്രസംഗം, മോണോ ആക്ട്, കീബോർഡ്, പ്രച്ഛന്നവേഷം, ക്ലാസിക്കൽ മ്യൂസിക് എന്നീ വിഭാഗങ്ങളിലായാണ് കലാമത്സരങ്ങൾ അരങ്ങേറുക. ഈ വർഷം ക്ലാസിക്കൽ ഗ്രൂപ്പ് ഡാൻസ്, മാർഗംകളി, ടാബ്ലോ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസംഗ മത്സരങ്ങളും നടക്കും. കേരള വിഭാഗത്തിന്റെ രൂപവൽക്കരണം മുതൽ എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന യുവജനോത്സവത്തിന് ഈ വർഷവും മികച്ച പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്. 1000-ലധികം പേരാണ് വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കാൻ പേര് നൽകിയിട്ടുള്ളത്. വിവരങ്ങൾക്ക് 97881264 എന്ന നമ്പറിലോ 92696550 എന്ന നമ്പറിലോ 98962424 എന്നീ നമ്പറിലോ ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ഖത്തർ.
ഒമാനിലെ പിൻവലിക്കുന്ന നോട്ടുകൾ മാറ്റിയെടുക്കാൻ ഓർമ്മപ്പെടുത്തലുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. രാജ്യത്ത് ഉപയോഗത്തിലുള്ള ചില നോട്ടുകൾ പിൻവലിക്കുകയാണെന്ന് CBO ജനുവരി 7-നാണ് സർക്കുലർ വഴി അറിയിച്ചത്. രാജ്യത്തെ പിൻവലിക്കുന്ന നോട്ടുകൾ മാറ്റിയെടുക്കാൻ ഓർമ്മപ്പെടുത്തലുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. രാജ്യത്ത് ഉപയോഗത്തിലുള്ള ചില നോട്ടുകൾ പിൻവലിക്കുകയാണെന്ന് CBO ജനുവരി 7-നാണ് സർക്കുലർ വഴി അറിയിച്ചത്. ഡിസംബർ അവസാനത്തിനുള്ളിൽ മാറ്റിയെടുക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും. 2020 മുൻപ് CBO പുറത്തിറക്കിയ കറൻസികളിൽ ചിലതാണ് അധികൃതർ പിൻവലിക്കുന്നത്. പിൻവലിക്കുന്ന കറൻസികൾ ഇവയാണ്: 1995 നവംബറിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പുറത്തിറക്കിയ 1 റിയാൽ 500 പൈസ, 200 പൈസ, 100 പൈസ. 2000 നവംബറിൽ ഇഷ്യൂ ചെയ്ത 50, 20, 10, 5 റിയാലുകൾ. 2005 പുറത്തിറക്കിയ 1 റിയാൽ. 2010 പുറത്തിറക്കിയ 20 റിയാൽ. 2011, 12 വർഷങ്ങളിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നൽകിയ 50, 10, 5 റിയാലുകൾ. 2015 പുറത്തിറക്കിയ 1 റിയാൽ. 2019 ഇറക്കിയ 50 റിയാൽ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്, ഒമാൻ. വീണ്ടും വൈകി പറന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്. മസ്കത്തിൽ നിന്നും വ്യാഴാഴ്ച രാവിലെ 7:35-ന് കണ്ണൂരിലേക്ക് പോകേണ്ട IX 711 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 6 മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത്. ഒമാനിലെ മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനവും ഇന്ന് 2 മണിക്കൂർ വൈകി. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം കാരണം വിമാനങ്ങൾ റദ്ദാക്കുകയും പലരുടെയും യാത്ര മുടങ്ങുകയും ജോലി നഷ്ടപ്പെടുകയുമൊക്കെ കഴിഞ്ഞ ശേഷം യാത്രാ സർവീസുകൾ സാധാരണ നിലയിലേക്ക് വന്നുവെന്ന് കരുതിയിരിക്കവെയാണ് വീണ്ടും എക്സ്പ്രസിന്റെ വൈകിപ്പറക്കൽ. നാട്ടിൽ നിന്നും എത്തേണ്ട വിമാനം താമസിച്ചതിനാലാണ് മസ്കത്തിൽ നിന്നും പോകേണ്ട വിമാനം വൈകാനിടയായത് എന്നാണ് പറയപ്പെടുന്നത്. ഇടയ്ക്കിടെ ഷെഡ്യൂളുകൾ വൈകുന്നത് എക്സ്പ്രസിനോടുള്ള അവശേഷിക്കുന്ന വിശ്വാസം പോലും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ബുധനാഴ്ച കോഴിക്കോട് മസ്കത്ത് സർവീസും തിരിച്ചുള്ള വിമാനവും റദ്ദാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്, ഒമാൻ. UAE-യിലെ സ്വർണ്ണവില നോക്കാം. 24 ക്യാരറ്റ് സ്വർണ്ണവില രാവിലെ ഗ്രാമിന് 287.50 ദിർഹമാണെങ്കിൽ 288.50 ദിർഹം ആയിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്.